ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങൾ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എക്കാലഘട്ടത്തിലും പ്രസക്തമായ ഒരു വചനമാണ്. ജനിക്കാൻ പോകുന്ന കുഞ്ഞ് പരിശുദ്ധനാകണം, ദൈവത്തിൻ്റെ കുഞ്ഞായിരിക്കണം. എല്ലാവരുടെയും സ്വപ്നമാണ്. വിവാഹ ഒരുക്ക സെമിനാറിൽ കുട്ടികളോട് അല്ലെങ്കിൽ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ അവരോട് ചോദിക്കും, ഏറ്റവും വലിയ സ്വപ്നം എന്താണ് വിവാഹത്തിൻ്റെ? പല സ്വപ്നങ്ങളുണ്ട്. സമാധാനമായിരിക്കണം, സന്തോഷത്തിലായിരിക്കണം, ജീവിതാവസാനം വരെ സങ്കടങ്ങളില്ലാതെ പോകണം. പിന്നെ ഭൗതിക സ്വപ്നങ്ങൾ പലതും നിരത്തും. എന്നെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം, എന്നെ അറിയുന്ന ഒരാളായിരിക്കണം, എന്നെ കരുതുന്ന ഒരാളായിരിക്കണം. 4 കാര്യങ്ങൾ അവർക്ക് വേണം. എന്താണ്? പലതും പറയുന്നതിനിടയ്ക്ക് രത്നചുരുക്കമായി പറഞ്ഞാൽ 4 കാര്യങ്ങൾ. 1 സ്നേഹം, 2 സ്വാന്തനം, 3 കരുതൽ, 4 പ്രോത്സാഹനം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ സ്വാന്തനപ്പെടുത്തുന്ന, എന്നെ കരുതുന്ന, എനിക്ക് പ്രോത്സാഹനം തരുന്ന ഒരാളായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി. വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്, നല്ലതാണ്. ശരിക്കും ഈ 4 കാര്യങ്ങൾ കുടുംബത്തിൻ്റെ 4 തൂണുമാണ്. സ്നേഹം, സ്വാന്തനം, കരുതൽ, പ്രോത്സാഹനം. അത് കുടുംബത്തിൻ്റെ 4 തൂണായിട്ടാണ് പറയുക. അല്പം കൂടി കൃത്യമായി പറഞ്ഞാൽ ലൈംഗികതയുടെ ഒരു നല്ല വ്യാഖ്യാനത്തിൽ ഇപ്രകാരം ഒരു ധ്യാനചിന്ത കിട്ടി. പരിശുദ്ധമായ ലൈംഗികതയുടെ 4 ഭാവങ്ങളാണത്. സ്നേഹം, സ്വാന്തനം, കരുതൽ, പ്രോത്സാഹനം. ഈ പരിശുദ്ധമായ ലൈംഗികതയുടെ 4 തലങ്ങളാണ് കുടുംബത്തിൻ്റെ 4 തൂണ്. വിവാഹം എന്ന കൂദാശയിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്ന ആ കൂദാശയിലൂടെ സംഭവിക്കുന്നത് കുടുംബം എന്നൊരു രഹസ്യമാണ്. കുടുംബം നമുക്കറിയാം. കുടുംബത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഐക്കൺ ഓഫ് ഹോളി ട്രിനിറ്റി. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൂർണ്ണതയുള്ള പ്രതിരൂപമാണ് കുടുംബം. പൂർണ്ണത എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിലേക്ക് വളരണം, പുത്രനായ ദൈവത്തിലേക്ക് വളരണം, പരിശുദ്ധാത്മാവായ ദൈവത്തിലേക്ക് വളരാനുള്ള ഒരു വിളി. പൂർണ്ണതയുള്ള പ്രതിരൂപം. അങ്ങനെ ഒരു പ്രതിരൂപം മാത്രമേ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുന്നത് പോലെ അപ്പനും അമ്മയും മകനും ഒന്നായിരുന്ന ഒരൊറ്റ കുടുംബമേ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അത് തിരുക്കുടുംബമാണ് എന്ന് നമുക്കറിയാം. അതിന് കാരണവും മറ്റൊന്നുമല്ല. നീതിബോധമുള്ള ഒരപ്പനുണ്ടായിരുന്നു, ശാന്തതയും പ്രാർത്ഥനയും ഉള്ള ഒരമ്മയുണ്ടായിരുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പ്രതിരൂപമായി മാറി. പിതാവിൻ്റെ നീതിബോധം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമാനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ശാന്തത, ആത്മസംയമനം. പിതാവിന് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്ന പുത്രൻ്റെ ആ ഒരു അഭിമാനബോധം. എന്നിലുള്ള നന്മകളെല്ലാം പിതാവിൻ്റേതാണ്, എല്ലാം പിതാവ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാനുള്ള ആ ഒരു ആർജവം. മകനെ നോക്കി പിതാവ് പറയുന്നൊരു വാക്ക്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും മക്കളെ ഓർത്ത് വേദനിക്കുന്നൊരു കാലത്ത് എനിക്കെൻ്റെ കുഞ്ഞിനെക്കുറിച്ച് വേദനയൊന്നുമില്ല. ഐ ആം വെരി ഹാപ്പി, എൻ്റെ കൊച്ചിനെക്കുറിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പിതാവ് പറയുന്നു. ഇതെല്ലാം വചനസാക്ഷ്യങ്ങളാണ്. അതുപോലെ ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പൂർണ്ണതയുള്ള ഒരു രൂപം നമ്മുടെ മുമ്പിൽ കാണുക തിരുക്കുടുംബമായിട്ടാണ്. തിരുക്കുടുംബത്തിന് വീടില്ലായിരുന്നു എന്ന് നമുക്കറിയാം, അഡ്രസ്സില്ലായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മകൻ വഞ്ചിയുടെ അമരത്ത് കിടന്നുറങ്ങിയിട്ടും ഗോതമ്പ് മണി പറിച്ചു നിന്നിട്ടും അവൻ അസ്വസ്ഥനായില്ല. അത് പരിശീലനം അങ്ങനെയാണ് കിട്ടിയത്. ഒരു പ്രവാസ ജീവിതം, ഒരു അലഞ്ഞുതിരിയലിൻ്റെ ജീവിതമൊക്കെയായിരുന്നു. ദൈവഹിതം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീർത്ഥാടനം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് വരുമ്പോൾ, അത്യുന്നതൻ്റെ ശക്തി ആവാഹിക്കുമ്പോൾ പിറക്കാൻ പോകുന്ന കുഞ്ഞ് വിശുദ്ധനായിരിക്കണം. അപ്പോൾ വിവാഹ ഒരുക്ക സെമിനാറിൽ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പം സ്നേഹം വേണം, സ്വാന്തനം വേണം, കരുതൽ വേണം, പ്രോത്സാഹനം വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് അവർ സ്വപ്നം കാണുക. അതുകൊണ്ട് മാത്രമായോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നു: 2 വിവാഹങ്ങൾക്കിടയിൽ തീരുന്നതാണ് ജീവിതം എന്നൊരു ചിന്തയുണ്ട്. 1 നമ്മളുടെയൊക്കെ വിവാഹം, 2 നമ്മുടെ തലമുറയുടെ വിവാഹം. 25 വർഷത്തെ ലൈഫ് സ്പാൻ എന്നൊക്കെയാണ് പറയുക. അപ്പോൾ പിറക്കാൻ പോകുന്ന കുഞ്ഞ്, പിറന്ന കുഞ്ഞ്, അതാണ് ഫോക്കസിങ്. ഈശോ പറയുന്നുണ്ട് കുരിശിൻ്റെ വഴി തീർത്ഥാടനത്തിൽ,
ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. പച്ചമരം കത്തുന്നൊരു കാലം, വാടുന്നതിൻ്റെ നീർച്ചാലിനരികെ നടാത്ത വൃക്ഷത്തിൻ്റെ അവസ്ഥ എന്ത്? വാടുന്നത് എന്ന് പറഞ്ഞാൽ അതാണ്. നീർച്ചാലിനരികെ നടാത്തത്, ദൈവകൃപയുടെ സമൃദ്ധിയിലല്ലാത്തത്, പെട്ടെന്ന് വാടിപ്പോകുന്ന വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ വൃക്ഷത്തൈയുടെ അവസ്ഥ എന്താണ്? നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. അപ്പോൾ നമുക്കൊരു നിയോഗം പോലെ പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ മക്കളെ ഓർത്ത് വേദനിക്കുന്നൊരു കാലം, മക്കളെക്കുറിച്ച് കൂടുതൽ ഭാരപ്പെടുന്നൊരു കാലം. ഒരു പരിധിവരെ ഒരു 50 വയസ്സിന് മുമ്പുള്ളൊരു തലമുറയുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അത്രയൊന്നും മക്കളെ ഓർത്ത് വേദനിച്ചിരുന്നില്ല. കാരണം 5, 6, 7, 8, 9, 10 വരെയൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടാകും വയസ്സുകാലത്ത്. 1, അതൊരു ഭൗതിക ചിന്ത. 2, അതിനൊക്കെ അപ്പുറം കൂട്ടുകുടുംബത്തിൻ്റെ ഒരു സുരക്ഷിതത്വം, കാവൽ നിൽക്കാൻ സഹോദരൻ സഹോദരി, അതൊക്കെ നഷ്ടപ്പെട്ട് സ്വകാര്യതകളും ചെറിയ കുടുംബങ്ങളും എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വന്നപ്പം മക്കൾ കൂടുതൽ അസ്വസ്ഥരാകുന്നു. ഏറ്റവും നല്ലത് മക്കൾക്ക് കൊടുക്കാൻ മറന്നുപോയി എന്ന് 20 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളെക്കുറിച്ച് പലരും ധ്യാന കേന്ദ്രങ്ങളിൽ വിലപിക്കുന്നു, കൗൺസിലിംഗ് വേദികളിൽ വിലപിക്കുന്നു. ഏറ്റവും നല്ലത് എൻ്റെ തലമുറയ്ക്ക് കൊടുക്കാൻ ഞാൻ മറന്നുപോയി. ഏറ്റവും നല്ലത് കർത്താവായിരുന്നു, ഏറ്റവും നല്ലത് ക്രിസ്തുവായിരുന്നു. അത് സ്വദേശത്തും വിദേശത്തുമായി പലരും പറയുന്നൊരു കാര്യമാണ്. ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട് ഇനിയുള്ള കാലം സമ്മർദ്ദങ്ങളേറുന്നൊരു കാലം, വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലം, വിശുദ്ധിക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നൊരു കാലം. പിറന്ന കുഞ്ഞും പിറക്കാൻ പോകുന്ന കുഞ്ഞും വിശുദ്ധരാകണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് വരണം, അത്യുന്നതൻ്റെ ശക്തി ആവാഹിക്കണം. വിവാഹമെന്ന കൂദാശിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്, നമുക്കറിയാം. വലിയൊരു ദൈവിക രഹസ്യമാണ് അവിടെ പരികർമ്മം ചെയ്യുന്നത്. പക്ഷേ എത്ര പേർ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്? ആ പരിശുദ്ധാത്മാ അഭിഷേകത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുമ്പോൾ വിവാഹമെന്ന കൂദാശയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എത്ര പേർ ഒരുങ്ങുന്നുണ്ട്? ഒരിക്കൽ പ്രാർത്ഥനാനുഭവമുള്ള ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരനോട് വിവാഹത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് ചോദിച്ചപ്പം എല്ലാം കഴിഞ്ഞു, ഒരുങ്ങി, കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ അറിയാതെ പറഞ്ഞു പോയി, ഫോർ വാട്ട്, എന്തിനാ? അതൊരാളുടെ മാത്രം കാര്യമാണോ? കാരണം വിവാഹമെന്ന കൂദാശയ്ക്ക് മുമ്പ്, വിവാഹമെന്ന കൂദാശയുടെ ഏറ്റവും വലിയ യോഗ്യത, വാഴ്ത്തപ്പെട്ട വില്യം ജെക്കിന്ത പറയുന്നത് പോലെ, ബി ഹോളി ആൻഡ് ബി ഹാപ്പി. ബി ഹോളി ആൻഡ് ബി ഹാപ്പി. വിവാഹത്തിൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ, വിവാഹത്തിൻ്റെ മാത്രമല്ല ഏതൊരു അന്തസ്സിൻ്റെയും സന്തോഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, ചെയ്യുന്നതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, ബി ഹോളി ആൻഡ് ബി ഹാപ്പി. ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി മാറുമെന്ന ദൈവവചനം പോലെ, വിശുദ്ധിയുടെ പരിവേഷമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കൃപയുടെ നഷ്ടപ്പെടുത്തലുകളുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരാൻ, അത്യുന്നതൻ്റെ ശക്തി ആവാഹിക്കാൻ, പിറക്കാൻ പോകുന്ന തലമുറ വിശുദ്ധരാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വീണ്ടും ആ സംഭവം നമുക്കറിയാം. പരിശുദ്ധ കന്യാമറിയത്തോടാണ് ദൈവദൂതൻ പറയുന്നത്. പരിശുദ്ധ കന്യാമറിയം വിവാഹ വാഗ്ദാനം കഴിഞ്ഞ് പ്രാർത്ഥനയിൽ ആവൃത്തിയിലായിരിക്കുന്ന സമയത്താണ് ദൂതൻ്റെ പ്രത്യക്ഷപ്പെടൽ. പറയുകയാണ് അരുളപ്പാട് പോലെ, നീ ഗർഭം ധരിക്കാൻ പോകുന്നു, നീ ഭയപ്പെടേണ്ട, ദൈവത്തിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃപയുടെ സമ്മാനമാണ് പറയുന്നത്. കൃപയുടെ നിറവിനെ നീ ഗർഭം ധരിക്കാൻ പോവുകയാണ്. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന് മേൽ അവനെന്നും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇങ്ങനെ ഒരു നല്ല വാർത്ത കേട്ടിട്ടും മറിയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? അടുത്തതാണ് ഏറ്റവും പ്രസക്തം. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാനുള്ള ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ യോഗ്യത, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. പിറക്കാൻ പോകുന്ന കുഞ്ഞ് വിശുദ്ധിയിലായിരിക്കുമെന്ന് പറഞ്ഞു. ഭൂമി കണ്ട ഏറ്റവും നല്ല കുഞ്ഞായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പോലും അവളുടെ മനസ്സിൻ്റെ ആ ഒരു അസ്വസ്ഥത, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവിടെയാണ് അത് യോഗ്യതയായി സ്വർഗം സ്വീകരിക്കുന്നു. അത് യോഗ്യതയായി സ്വർഗം സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. യോഗ്യതയുള്ള ആളാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവാഹിക്കും. പിറക്കാൻ പോകുന്ന തലമുറ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കും. അപ്പോൾ
മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെ തർക്കങ്ങളില്ല. എൻ്റെ ഇഷ്ടമല്ല, ദൈവഹിതമെന്നിലൂടെ പൂർത്തിയാകട്ടെ. എൻ്റെ ഇഷ്ടമല്ല, ദൈവഹിതമെന്നിലൂടെ പൂർത്തിയാകട്ടെ. അപ്പോൾ വിവാഹം എന്ന കൂദാശയ്ക്ക് 3 തലങ്ങളുണ്ട്. ഒന്നാം ഭാഗം, വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ പരിശുദ്ധിയുടെ പരിവേഷം, വിശുദ്ധമായവ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യാനുള്ളൊരാഗ്രഹം. അതിനായി ഒരു തലമുറ ഒരുക്കപ്പെടണം. പ്രത്യേകിച്ച് നമ്മളുടെ പുതിയ തലമുറ, അവർ ബന്ധങ്ങൾ കൂടുന്നു, സുഹൃത്ത് ബന്ധങ്ങൾ കൂടുന്നു, യാത്രകൾ ഒന്നിച്ചാകുന്നു, അവരുടെ സഞ്ചാരപഥങ്ങൾ ഒന്നിച്ചാകുന്നു. അങ്ങനെയൊക്കെ ആകുന്നൊരു കാലഘട്ടത്തിൽ അരുതെന്ത്, എല്ലാത്തിൻ്റെയും ഒരു അതിരുകൾ, എല്ലാത്തിൻ്റെയും ഒരു സഭ്യതയുടെ പരിധികൾ, ഇതൊക്കെ തിരിച്ചറിയാനുള്ളൊരു കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ വളരെ തമാശയായിട്ട് പറഞ്ഞു, എല്ലാം കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. ഒത്തിരി അർത്ഥമുണ്ട് അതിനകത്ത്. കാരണം അതാണല്ലോ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. എല്ലാ ഒരുക്കങ്ങളും അതിനു വേണ്ടിയാണല്ലോ. അതിനുശേഷം സംഭവിക്കുന്നത് അടുത്ത തലമുറ. അപ്പോൾ ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നു അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അപ്പോൾ അടുത്ത തലമുറയെ സ്വീകരിക്കാനുള്ള ആ വിശുദ്ധിയുടെ പരിവേഷം നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി വിശുദ്ധിയുടെ പരിവേഷത്തിൽ നിലനിൽക്കാൻ വളരാനുള്ള കൃപ. 2, വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്ന ആ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ അത് ഉറപ്പോടെ പ്രഖ്യാപിക്കാനുള്ള കൃപ. ഇനിയും എവിടെയെങ്കിലും ഇടറിയ പാദങ്ങളോ അസ്വസ്ഥമാകുന്ന മനസ്സോ ഉണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നവീകരിക്കപ്പെട്ട 2 കൊരിന്ത്യർ 5:17 ഈ അവസരത്തിൽ ശക്തമായൊരു വചനമാണ്. യേശുക്രിസ്തുവിൽ ആകുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പലരും അസ്വസ്ഥമായി ചോദിക്കാറുണ്ട്, പാപത്തെക്കുറിച്ചുള്ള അജ്ഞതയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ ദുരന്തങ്ങൾ, വിശുദ്ധമായവ ബോധ്യമില്ലാതെ ജീവിച്ച കാലത്ത് സംഭവിച്ച അപകടങ്ങൾ, അവിടെ ദൈവം ശിക്ഷിക്കുന്നയാളാണോ? അല്ല. വളരെ വ്യക്തമായി പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടിയാണ്. കഴിഞ്ഞതെല്ലാം കടന്നു പോകുന്നു. എ ന്യൂ ബോൺ ചൈൽഡ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറിയതിന് ശേഷമാണ് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാനുള്ള ഒരു യോഗ്യതയായിട്ട് വരിക. ഇവിടെ ഓസ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കൽ യാത്ര ചെയ്ത സമയത്ത് വിശുദ്ധരുടെ രൂപങ്ങൾ വെച്ചിരിക്കുന്നു. വിശുദ്ധരുടെ രൂപങ്ങൾ കണ്ടിങ്ങനെ പോകുന്ന സമയത്ത് സെയിൻറ്റ് മോനിക്ക, സെയിൻറ്റ് മേരി മക്ലേന വിശുദ്ധരുടെ രൂപങ്ങളാണ്. അപ്പോൾ ഒരു വൃദ്ധ മാതാമ്മയാണ്, യൂറോപ്യൻ സ്ത്രീയാണ്, ഭർത്താവുമുണ്ട്, ടൂറിസ്റ്റുകളാണ്. ആ മാതാമ്മയുടെ അധരത്തിൽ നിന്ന് കേട്ട വാക്ക് കേട്ടപ്പോൾ അല്പം കൗതുകം തോന്നി, ധ്യാനമായി. അവൾ കേവലം പരിശുദ്ധ മറിയ മക്ലേനയല്ല, സെയിൻറ്റ് മേരി മക്ലേന എന്ന് വിളിച്ചപ്പം ഷീസ് വിർജിൻ മേരി മക്ലേന. അവൾ കന്യകയായ മേരി മക്ലേനയാണ്. ആരാണ് അവളെ കന്യകയാക്കി മാറ്റിയത്? യേശുക്രിസ്തുവിലാകുന്നവൻ പുതിയ സൃഷ്ടിയാണ്. കഴിഞ്ഞതെല്ലാം കടന്നു പോകുന്നു. പുതിയൊരു അധ്യായം തുടങ്ങുകയാണ്. ക്രിസ്തുവിലാകുന്ന വ്യക്തി, ക്രിസ്തുവിലൂടെ നവീകരിക്കപ്പെടുന്നവർ. അപ്പോൾ വിവാഹം എന്ന കൂദാശയുടെ ഏറ്റവും വലിയ യോഗ്യത ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറുക എന്നുള്ളതാണ്. 3, ദൈവഹിതത്തിന് മുമ്പിൽ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി. അങ്ങനെയാകുമ്പോൾ ഒരു തലമുറ വിശുദ്ധിയിൽ ജനിക്കും. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞതുപോലെ വിശുദ്ധിയിൽ ജനിക്കും, വിശുദ്ധിയിൽ വളരും, കുറവുകളുള്ള ജീവനെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയെ ടൈം മാഗസിൻ ഒരിക്കൽ ചാമ്പ്യൻ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് വിളിച്ചു. മനുഷ്യജീവനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നതിൻ്റെ ആരംഭം, 1-ാം ഭാഗം പറഞ്ഞു വെച്ചത് അദ്ദേഹമാണ്. നമുക്കറിയാം, ജീവൻ പിറക്കണം, ജീവൻ വിശുദ്ധിയിൽ വളരണം, കുറവുകളുള്ള ജീവൻ സംരക്ഷിക്കപ്പെടണം. കഴിവുകളുള്ള ജീവൻ വളർത്തിയെടുക്കണമെന്നല്ല പറഞ്ഞത്, കുറവുകളുള്ള ജീവൻ സംരക്ഷിക്കപ്പെടണം. എങ്കിൽ ജീവൻ പിറക്കാനും ജീവൻ വിശുദ്ധിയിൽ വളരാനും കുറവുകളുള്ള ജീവൻ സംരക്ഷിക്കപ്പെടാനും ദൈവമൊരുക്കിയ സ്നേഹകൂടാരത്തിൻ്റെ പേരാണ് കുടുംബം. ആ കുടുംബത്തിൽ ജീവൻ പിറക്കണം. ഏതൊരവസ്ഥയിലും ജീവൻ പിറക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ജീവൻ്റെ പിറവിയെ തടസ്സപ്പെടുത്തുന്ന ഒരു നിയമവും ഒരു ചലനങ്ങളും ഒരു നീക്കങ്ങളും ഉണ്ടാകാൻ പാടില്ല. അവിടെ സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ ജീവന് വേണ്ടി കാത്തിരിക്കാനുള്ളൊരു മനസ്സ്. പ്രഭാഷകൻ്റെ പുസ്തകം 42:9 ഇങ്ങനെ പറയുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 42:9, മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു. പെൺകുഞ്ഞുങ്ങളുള്ള അപ്പന്മാർ ഉണർവോടെ ആയിരിക്കുക. 3 കാര്യങ്ങളാണ്. യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത് ആകുലനാകുന്നു. കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും
പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയുമാകുമോ എന്ന് ഭയപ്പെടുന്നു. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്തയോ വന്ധ്യയാകുമോ എന്നോർത്ത് ശങ്കിക്കുന്നു. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവൾ നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യയെ അപമാനിതനുമാക്കും. സമൂഹത്തിന് മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും. അപ്പോൾ ഒരു പെൺകുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ 3 തലങ്ങളിൽ ശ്രദ്ധിക്കുക. ഒന്ന്, സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. എടുപ്പ്, നടപ്പ്, ബന്ധങ്ങൾ, വീട്ടിൽ വരുന്നവർ, കൂട്ടുകെട്ടുകൾ, യാത്രകൾ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നു. അവളെക്കുറിച്ചുള്ള വിചാരം ഉറക്കത്തിലും ഒരു ഉണർവായി അവൻ്റെ ഉള്ളിലുണ്ട്. ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവ്, അവൻ്റെ നിദ്രയിൽ ഒരു ഉണർവുണ്ട്. 3 കാര്യങ്ങളാണ്. ഒന്ന്, യൗവനത്തിൽ അവൾ വിവാഹിതയാകണം. അതിനുള്ള പരിശീലനം ജീവിതത്തിൽ കിട്ടണം. കുടുംബത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. വിവാഹത്തിന് ശേഷം ഭർത്താവിന് അഹിതയാകരുത്. അത് സാങ്കേതികമായി ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അകലമല്ല. കുടുംബമെന്ന ഒരു ദൈവിക രഹസ്യം പരികർമ്മം ചെയ്യാനുള്ള യോഗ്യത ഒരു പെൺകുഞ്ഞിനുണ്ടാകണം. പണ്ടൊക്കെ അമ്മമാർ, പ്രത്യേകിച്ച് വല്യമ്മമാർ, പെൺകുഞ്ഞുങ്ങളോട് പറയുന്ന, സഹോദരിമാരോട് പറയുന്ന വാക്കുകൾ കൗതുകത്തോടെ കേട്ടിട്ടുണ്ട്. വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണ എന്ന് വെച്ചാൽ നീ ഈ വീടിൻ്റെതല്ല എന്നുള്ളതല്ല. പോസിറ്റീവായിട്ട് അതിനെ കാണണം. കാരണം ഈ വീടിൽ നിനക്ക് കിട്ടുന്ന പരിശീലനം കുഞ്ഞെ വേറൊരു വീട്ടിൽ നിനക്ക് ഗുണകരമാകും. സങ്കീർത്തകൻ പറയുന്നുള്ളൂ, എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിൻ്റെ ഗൃഹത്തെയും പിതൃഭവനത്തെയും മറക്കുക. അങ്ങനെ ഒരു കാലം വരും. ഗൃഹത്തെയും പിതൃഭവനത്തെയും അവൾ മറക്കേണ്ട ഒരു കാലം വരും. സങ്കുചിതമല്ലത്. അതിൻ്റെ പരിശീലനം, ചെല്ലുന്നിടത്ത് അവൾ അനുഗ്രഹമാകാൻ, അതിനുള്ളൊരു പരിശീലനം നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്നുണ്ടോ? ആത്മപരിശോധന ചെയ്യാം. കന്യകയായിരിക്കുമ്പോൾ കളങ്കിതയാകരുത്. പിതൃഭവനത്തിൽ പിതാവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമ്പോൾ ജീവനെ സ്വീകരിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. വീടിൻ്റെ അന്തരീക്ഷങ്ങൾ, കൂട്ടുകെട്ടുകൾ എല്ലാം നമ്മൾ സൂക്ഷിക്കുക. ഭർത്തൃമതിയെങ്കിൽ അവിശ്വസ്ത വന്ധ്യ. അതെങ്ങനെയാണ് സംഭവിക്കുക? പാപബോധമില്ലാതെ വളർന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കും. കാരണം ബന്ധങ്ങളുടെ മേൽ നിയന്ത്രണമില്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വന്തം സന്തോഷവും അമിതമായി ആരുടെയെങ്കിലും ഒന്നുകിൽ പുരുഷ സ്വാതന്ത്ര്യമെന്നോ അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യമെന്നോ കുട്ടികളുടെ സ്വാതന്ത്ര്യമെന്നോ ഒക്കെ നമ്മൾ അമിതമായി പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടം. കുട്ടികൾ ഏറ്റവും സുരക്ഷിതമാകുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. കാരണം ജീവന് വില കൊടുത്തവർ അവരാണ്. ജീവൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു. ആ ജീവനെ സ്വന്തം അമ്മ ശരീരവും രക്തവും കൊടുത്താണ് വളർത്തിയത്. അമ്മയുടെ ചിന്തകളും ബോധ്യങ്ങളും ആലോചനകളും അമ്മ കഴിച്ച ഭക്ഷണവും അപ്പൻ്റെ ശുശ്രൂഷയും ഒക്കെയാണ് കുഞ്ഞ്. ആർക്കും അതിനകത്ത് സംശയമൊന്നുമില്ല. അവിടെ കൗമാരം ആരംഭിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വികാരവിചാരങ്ങളെ പോലും സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ശമിപ്പിക്കാനും മാതാപിതാക്കളുടെ സാന്നിധ്യമാണ് ഏറ്റവും നല്ലത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഹോസ്റ്റലുകളിലൊക്കെ കൊണ്ടുപോയി കുട്ടികളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിർത്തുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായാൽ അന്ന് അധികാരികൾ, അധ്യാപകർ പറയാറുണ്ട്, ഇതിനെക്കൊണ്ട് വീട്ടിൽ കൊണ്ട് നിർത്ത്. ഇന്നത് തിരിഞ്ഞു പോകുന്നു. വീട്ടിൽ നിർത്താൻ പറ്റാത്തതിനെ ഹോസ്റ്റലിൽ നിർത്തി അല്ലെങ്കിൽ വേറെ വകയിൽ നിർത്തി രക്ഷിക്കാൻ നമ്മൾ നോക്കുന്നു. അതൊരു കോൺട്രഡിക്ഷനുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ കുറവുകളുള്ളവരാണെങ്കിൽ പോലും അവർ സുരക്ഷിതരാകുന്നത്, കഴിവുകളുള്ളവരും കുറവുകളുള്ളവരും കൂടുതൽ സുരക്ഷിതരാകുന്നത് ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. നല്ലയപ്പൻ്റെ ചാവുരുൾ വിശുദ്ധ ചാവറയച്ചൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. നല്ലയപ്പൻ്റെ ചാവുരുൾ അക്ഷരങ്ങളും ലിപികളും ഉണ്ടായ കാലത്തിൽ എഴുതിയ ചില മൊഴികളാണത്. നമുക്കറിയാം. അതിനകത്ത് വളരെ മനോഹരമായൊരു ചിന്തയുണ്ട്. കുട്ടികളെ നിങ്ങൾ മറ്റു വീടുകളിൽ രാത്രി ഉറങ്ങാൻ വിടരുത്. ബന്ധു വീടുകളിൽ പോലും രാത്രി ഉറങ്ങാൻ വിടരുത്. കാരണം കുട്ടികൾ പോകുന്നത് മാലാഹമാരായിട്ടാണ്, തിരിച്ചു വരുന്നത് പിശാചുക്കളായിട്ടായിരിക്കും. അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് നല്ലയപ്പൻ്റെ ചാവുരുളിൽ. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതുപോലെ ഒരു ജാഗ്രത കുട്ടികളുടെ വിശുദ്ധിയെ സംബന്ധിച്ച്. ഇന്നെല്ലാവരും പറയുന്നുണ്ട്, മുറിവുകൾ അമ്മയുടെ ഉദരത്തിൽ ആരംഭിച്ചു, ശൈശവത്തിൽ ബാല്യത്തിൽ കിട്ടിയതാണ് ഏറ്റവും വലിയ മുറിവുകൾ നമ്മളൊക്കെ പറയാറുണ്ട്. അത് മനഃശാസ്ത്ര പഠനങ്ങളും അത് പറയാറുണ്ട്. എങ്കിൽ ഒരു തലമുറയ്ക്ക് മുറിവുകൾ ഏക്കാതിരിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ കൂടാരമെന്ന് പറയുന്നത് കുടുംബമാണ്. അവിടെയാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വെല്ലുവിളി. സാത്താൻ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത് കുടുംബങ്ങൾക്കെതിരായിട്ടാണെന്ന് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. കാരണം കുടുംബം തകർന്നു കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാകും. അഭയം പ്രാപിച്ച കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ ആക്കേണ്ടി വരും. അപ്പോൾ അവിടെ മറ്റൊരു താല്പര്യങ്ങൾ അറിയാതെയൊക്കെ ഉണ്ടാകാം. എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല.
എങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് ജീവൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതമാകേണ്ട കുടുംബത്തിൻ്റെ അന്തരീക്ഷം നമ്മൾ നോക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിക്കുക. ഷാഠ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, ദുശാഠ്യങ്ങളാണ് അപകടമാകുക. കുറുമ്പും വീടിൻ്റെ അന്തരീക്ഷത്തിൽ കാണിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ അവിടെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. നഗരത്തിൽ സംസാര വിഷയമാകാതിരിക്കുക. ആരെങ്കിലും ഗുണകാംക്ഷികൾ, ഉൾക്കാഴ്ചയുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ തലമുറകളെക്കുറിച്ച് ചില തിരുത്തലുകൾ നമ്മളോട് പറയുമ്പം അതവർ അസൂയ കൊണ്ട് പറയുന്നതാണ് എന്ന് പറയാതിരിക്കുക. പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുകളുണ്ടോ എന്ന് ധ്യാനിക്കുക. അപ്പോൾ എന്തെങ്കിലും വീടുമായിട്ടുള്ള അകലത്തിൽ നിന്നാണ് ഒരു തലമുറയ്ക്ക് അപജയങ്ങൾ ആരംഭിക്കുക. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡ്രോപ്പ് ഔട്ട്, ആദ്യത്തെ സ്റ്റെപ്പ് ഡ്രോപ്പ് ഔട്ട് ആരംഭിക്കുന്നത്, കൊഴിഞ്ഞുപോക്കൽ ആരംഭിക്കുന്നത് ഫ്രം പാരൻസ് ഹാർട്ട്, മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നാണ് എന്നൊരു ചിന്തയുണ്ട്. മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ആദ്യത്തെ കൊഴിഞ്ഞുപോക്ക്. പിന്നെ വീട്ടിലാണെങ്കിലും വീടിൻ്റെതല്ല, സ്കൂളിലാണെങ്കിലും സ്കൂളിൻ്റെതല്ല, അവസാനം നാട്ടിലായി നാടിൻ്റെതല്ലാതെ വരുന്നു. ഒരു യുവാവ് പറഞ്ഞതാണ്, അപകടകരമായി കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ ഒരു യുവാവിൻ്റെ ആത്മകഥമാണ്. ഞാൻ വീട്ടിലായിരുന്നു, വീടിൻ്റെതല്ല, സ്കൂളിലായിരുന്നു, സ്കൂളിൻ്റെതല്ല, കോളേജിലായിരുന്നു, കോളേജിൻ്റെതല്ലായിരുന്നു, അവസാനം സമൂഹത്തിലായപ്പോൾ സമൂഹത്തിൻ്റെതല്ലാതായി മാറി. എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊക്കെ നേരിട്ട് വന്നില്ല? അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ആരൊക്കെയോ വേറെ വന്നിരുന്നു, പക്ഷെ അത് കേൾക്കാൻ പറ്റിയില്ല നിനക്ക്. നേരമാണ് ആ യുവാവ് പറയുന്നത്, ശരിയാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വീട്ടിലായിരുന്നെങ്കിലും വീടിൻ്റെതല്ലായിരുന്നു, എന്നാലും ശ്രദ്ധിച്ചില്ലേ, ശ്രദ്ധിക്കാൻ ആളില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ തലമുറയ്ക്ക് മുമ്പിൽ സംഭവിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. പൗലോസ്ലീഹ 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വചനം ഇതിൻ്റെ ഒരു പരിഹാരമാണ്. ആകയാൽ കോപമോ കലഹമോ കൂടാതെ പിതാക്കന്മാർ, പുരുഷന്മാർ തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിൽ പ്രാർത്ഥനയുടെ പ്രത്യേകത. സ്ത്രീകൾ വിനയത്തോടെ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കട്ടെ. മാതൃത്വം വഴി അവൾ രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ വചനപ്രകാരം രക്ഷിക്കപ്പെടുന്നയാൾ ആദ്യം സ്ത്രീയാണ് എന്നൊരു സൂചന വരുന്നു. കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകട്ടെ. തങ്ങളുടെ കരങ്ങൾ, പവിത്രമായ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് പുരുഷനാണെന്ന് വചനം പറയുന്നു. സ്ത്രീകൾ വിനയത്തോടെ, സ്ത്രീയുടെ 4 ആഭരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. 1 വിനയത്തോടെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. ഒരു സ്ത്രീ അമ്മയായത് സ്വർഗത്തിലേക്കുള്ളൊരു വാതിൽ തുറക്കുകയാണ്. മാതൃത്വം ഒരു രക്തസാക്ഷിത്വമാണ്. അത് പാഴായി പോകാതിരിക്കാൻ സ്ത്രീക്ക് ദൈവം കൊടുത്ത 4 ആഭരണങ്ങൾ: 1 വിനയം, 2 വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം, സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം, എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, വിശുദ്ധിക്ക് വേണ്ടിയുള്ള ബലംപിടുത്തം, വിശുദ്ധിയുടെ താലിമാല എന്നൊക്കെ പറയും. വിശുദ്ധിക്ക് വേണ്ടിയുള്ള ബലംപിടുത്തം ഉറച്ചു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും. അപ്പോൾ ഓരോ സ്ത്രീയെയും നോക്കി വിശുദ്ധ ലൂക്കാ സുവിശേഷം 11:27 ആൾക്കൂട്ടത്തിൽ നിന്നൊരു സ്ത്രീ നിലവിളിച്ചതുപോലെ നിലവിളിക്കും, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ വയോധരങ്ങളും എത്രയോ ഭാഗ്യമുള്ളവ. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സ്ത്രീത്വവും അലങ്കൃതമാകട്ടെ, സ്ത്രീജന്മം പുണ്യമാകട്ടെ. എല്ലാ അമ്മമാരെയും നോക്കി, സ്ത്രീത്വത്തെയും നോക്കി ലോകം വിളിച്ചു പറയട്ടെ. തിരുക്കുറലിൽ തിരുവള്ളുവർ എഴുതിയതുപോലെ, ഒരമ്മ അഭിമാന പുളകിതയാകുന്ന നിമിഷം നടന്നു പോകുന്ന സ്വന്തം കുഞ്ഞിനെ നോക്കി ലോകം പറയുമ്പം ഇതിന് ജന്മം കൊടുത്ത അമ്മ എത്രയോ സുഹൃതം ചെയ്തവൾ. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.